ഇന്ന് നമ്മൾ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ 6ാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്ററിൻ്റെ അർത്ഥം എന്താണ്? ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ വർഗീകരണം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ തരം തിരിക്കൽ എന്നുള്ളതാണ് ഇതിൽ നിന്ന് അർത്ഥമാകുന്നത്. ഓക്കെ, നിങ്ങൾ എല്ലാവരും ആ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ആ പാഠപുസ്തകത്തിൽ എടുക്കുക. നിങ്ങളുടെ പേജ് 139ാമത്തെ പേജിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ 139ാമത്തെ പേജ് എടുത്തു കഴിയുമ്പോൾ ഒന്നാമതായിട്ട് അവിടെ കാണുന്ന എന്താണെന്ന് ചോദിച്ചാൽ 3 ഡൊമൈൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന പാഠഭാഗമാണ്. അല്ലെങ്കിൽ 3 ഡൊമൈൻ വർഗീകരണം, അല്ലെങ്കിൽ 3 രീതിയിൽ ജീവജാലങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് 3 ഗ്രൂപ്പുകളായിട്ടാണ് വർഗീകരിച്ചിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ 3 ഡൊമൈനായിട്ട് അല്ലെങ്കിൽ 3 ഗ്രൂപ്പുകളിലേക്കായിട്ട് അവയെ വർഗീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ് എന്ന് വെച്ചാൽ ജന്തുക്കളുടെ വർഗീകരണം എന്നുള്ള പാഠഭാഗമാണ് അടുത്തതായിട്ട് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ജന്തുക്കളെ ജന്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമൽസിനെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വർഗീകരണം നടത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങളെ എങ്ങനെയാണ് വർഗീകരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. സസ്യങ്ങളുടെ വർഗീകരണം. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് പഠിക്കുവാനായിട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂലി ഡിസ്കവേർഡ് ഓർഗാനിസംസ്. അതായത് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് പുതുതായി കണ്ടെത്തുന്ന ജീവികളുടെ വർഗീകരണം. ഓക്കെ, അതായത് എങ്ങനെയാണ് പുതുതായിട്ട് ഒരു ജീവിയെ കണ്ടാൽ ആ ജീവിയെ ഇന്ന വർഗത്തിൽപ്പെട്ടതാണ് എന്നുള്ള രീതിയിൽ വർഗീകരിച്ച് ഓരോ ഗ്രൂപ്പിനകത്തേക്ക് ചേർക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ, അല്ലെങ്കിൽ അതിന് ഏതെല്ലാം ഘടകങ്ങളെയാണ് നോക്കുന്നത് എന്ന് നോക്കി ഏതെല്ലാം ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് പുതുതായിട്ട് നമ്മൾ എന്ത് പറയുന്നത്, പുതുതായി കണ്ടെത്തിയ ജീവികളുടെ വർഗീകരണം അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂലി ഡിസ്കവേർഡ് ഓർഗാനിസം എന്ന ഭാഗത്ത് നിന്നും പഠിക്കുന്നത്. പിന്നീട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എവല്യൂഷണറി ട്രീ അല്ലെങ്കിൽ പരിണാമ വൃക്ഷം. അതായത് ഓരോ ജീവജാലങ്ങളെയും അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരു വൃക്ഷത്തിലേക്ക് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഇവയെല്ലാം ഒരു കോമൺ ആൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു പ്രത്യേകതര ജീവിയിൽ നിന്നും എവല്യൂഷൻ, അതായത് പരിണാമത്തിലൂടെ മാറ്റം സംഭവിച്ച് ഇന്നത്തെ രൂപത്തിലായി തീർന്നിരിക്കുന്നു. അപ്പോൾ ഓരോ ഘടകത്തിലും ഓരോ ജീവജാലങ്ങൾക്കും പ്രത്യേക കാലയളവിൽ, അല്ലെങ്കിൽ പ്രത്യേക കാലയളവ് എന്ന് വെച്ചാൽ ഒരു നിമിഷം കൊണ്ടല്ല, നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളെടുത്താണ് അവ അങ്ങനെ മാറി വരുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ ഒരു മരം വരച്ചുകൊണ്ട് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും എങ്ങനെയാണ് ശിഖരങ്ങൾ പൊട്ടിമുളച്ച് മരത്തിൽ നിന്ന് പോകുന്നതോ അതുപോലെ ഓരോന്നിൽ നിന്നും ഓരോ ജീവജാലങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനാണ് പരിണാമ വൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിണാമ വൃക്ഷം അല്ലെങ്കിൽ എവല്യൂഷണറി ട്രീയെ കുറിച്ചാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അവസാനമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് DNA ബാർകോഡിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ജീവജാലങ്ങളുടെ DNA-യുടെ പഠനത്തിലൂടെ ഇവയെല്ലാം നമുക്ക് തരംതിരിക്കുവാൻ അല്ലെങ്കിൽ വർഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗത്തിൻ്റെ ബേസിക്കായിട്ട് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ആ ചാപ്റ്ററിലേക്ക് കയറുകയാണ്. 140ാമത്തെ പേജിലേക്ക് നിങ്ങൾ ഫസ്റ്റ് തന്നെ നോക്കുക. അവിടെ ഒരു കുട്ടി ഒരു TV കണ്ടുകൊണ്ടിരിക്കുന്നിട്ട് അവൻ ഒരു സംശയം, ആ TV-യിൽ ചില വാക്യങ്ങൾ എഴുതുകയും അവനൊരു സംശയവും ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിലേക്ക് പോവുകയാണ്. ഓക്കെ, ഒന്നാമതായിട്ട് കാണുന്ന എന്താണ്? ആർക്കി ബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ദെയർ സെൽ വാൾ, സെൽ മെമ്മറൈൻ ആൻഡ് പ്രോട്ടീൻ സിന്തസിസ്. ദേ ക്യാൻ
ഓവർകം എനി ഡൈവേഴ്സ് സിറ്റുവേഷൻ. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ബാക്ടീരിയയെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. എന്താണ് അവിടെ കാണുന്നത്? ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്നും എങ്ങനെയെല്ലാമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ കാണുന്നത്. ഏതെല്ലാം വ്യത്യാസങ്ങളാണ് കാണുന്നത്? ഇൻ ദെയർ സെൽ വാൾ, അല്ലെങ്കിൽ അവയുടെ സെൽ വാൾ എന്ന് വെച്ചാൽ എന്താണ്? കോശ ഭിത്തി എന്ന് പറയും. അപ്പോൾ അവയുടെ ആർക്കി ബാക്ടീരിയയ്ക്ക് ഉള്ള പ്രത്യേകത എന്താണ്? ആർക്കി ബാക്ടീരിയ അവയുടെ കോശഭിത്തിയിൽ വ്യത്യാസമുണ്ട്. രണ്ടാമതായിട്ട് സെൽ മെമ്മറൈൻ. സെൽ മെമ്മറൈൻ എന്ന് വെച്ചാൽ എന്താണ്? കോശസ്തരം. അവയുടെ കോശസ്തരത്തിൽ നിന്നും അതുപോലെ തന്നെ അവയുടെ സെൽ വാളിൽ നിന്നും അതുപോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ്, അതുപോലെ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്താണ്? പ്രോട്ടീൻ നിർമ്മാണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ദ ആർക്കി ബാക്ടീരിയ ഡിഫേഴ്സ് ഫ്രം അതർ ബാക്ടീരിയ ഇൻ ദെയർ സെൽ വാൾ, അതായത് കോശഭിത്തി, സെൽ മെമ്മറൈൻ കോശസ്തരത്തിൽ നിന്നും, ആൻഡ് പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ്റെ നിർമ്മാണത്തിലും. ദേ ക്യാൻ ഓവർകം എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ. അഡ്വേഴ്സ് എന്ന് വെച്ചാൽ പ്രതികൂലകരമായ, സിറ്റുവേഷൻ എന്ന് വെച്ചാൽ സാഹചര്യം. അപ്പോൾ മറ്റൊരു സാഹചര്യം എന്താണ്? ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുന്നതിനായിട്ട് ആർക്ക് സാധിക്കും? ആർക്കി ബാക്ടീരിയയ്ക്ക് സാധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിതിവിടെ മനസ്സിലാക്കുക, ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ആർക്കി ബാക്ടീരിയ എങ്ങനെയാണ് മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത് എന്താണ്? ആ കുട്ടി ഒരു സംശയം ചോദിക്കുകയാണ്. ആർക്കി ബാക്ടീരിയ കിങ്ഡം മൊനീറിയയിൽ ഉൾപ്പെടുമോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് ആ ജീവജാലങ്ങൾ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുമോ എന്നുള്ളതാണ് ഈ കുട്ടി ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ കുട്ടി ഇവിടെ ചോദിച്ചിരിക്കുന്നത് മൊനീറിയ എന്ന് പറയുന്ന കിങ്ഡത്തിൽ ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നുകൂടെ ഇത് മനസ്സിലാക്കുകയാണ്. അപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഒന്നാമതായിട്ടൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ആർക്കി ബാക്ടീരിയ ഡിഫറെൻറ്റ് ഫ്രം അതർ ബാക്ടീരിയ? ഏതെല്ലാം തരത്തിലാണ് ആർക്കി ബാക്ടീരിയ മറ്റു ബാക്ടീരിയകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ആർക്കി ബാക്ടീരിയ ഡിഫറെൻറ്റ് ഫ്രം അതർ ബാക്ടീരിയ ഇൻ ദെയർ സെൽ വാൾ. അവ മറ്റ് ബാക്ടീരിയകളിൽ നിന്നും അവയുടെ സെൽ വാൾ കൊണ്ട് കോശഭിത്തിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. സെൽ മെമ്മറി കോശസ്തരം കൊണ്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണത്തിൻ്റെ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദേ ക്യാൻ ഓവർകം എനി അഡ്വേഴ്സ് സിറ്റുവേഷൻ. അവയ്ക്ക് ഏതെല്ലാം സിറ്റുവേഷൻ, എത്രയും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനുകൾ, ആ പ്രതികൂല സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പുതിയ വാക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, പ്രോട്ടീൻ സിന്തസിസ്. അപ്പോൾ പ്രോട്ടീൻ സിന്തസിസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ് ഈസ് ദ കോർ ബയോളജിക്കൽ പ്രോസസ് ഒക്വറിങ് ഇൻസൈഡ് ദ സെൽ. അതായത് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് സെല്ലിനകത്ത് നടക്കുന്ന ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ട്, അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പ്രോസസ്സാണ്. അതെന്താണ് അവിടെ ചെയ്തിരിക്കുന്നത്? ബാലൻസിങ് ദ ലോസ് ഓഫ് സെല്ലുലർ പ്രോട്ടീൻ. ഓക്കെ, അവിടെ എന്താണ്? ഒരാളുടെ പ്രോട്ടീൻ, സെല്ലിനകത്തുള്ള ആ പ്രോട്ടീൻ്റെ കുറവ് വരുമ്പോൾ ആ പ്രോട്ടീനെ ബാലൻസ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? ത്രൂ ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രോട്ടീൻ. അതായത് പുതിയ പ്രോട്ടീനുകൾ എന്ത് ചെയ്യുന്നു? നിർമ്മിച്ചുകൊണ്ട് കുറഞ്ഞു പോയ ആ പ്രോട്ടീനിൻ്റെ ബാലൻസ് ചെയ്യുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒത്തിരി നേരം കേട്ടു ആർക്കി ബാക്ടീരിയ എന്ന്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ആർക്കി ബാക്ടീരിയ? ആർക്കി ബാക്ടീരിയയുടെ പ്രത്യേകത എന്താണ്? ആർക്കി ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ആർ ദ ഓൾഡസ്റ്റ് ലിവിങ് ഓർഗാനിസം ഓൺ എർത്ത്. അവയാണ് ഈ ഭൂമിയിലെ ഏറ്റവും പഴയ ജീവജാലങ്ങൾ. ഓക്കെ, ആർക്കിയ ബാക്ടീരിയാസ് ആർ ക്ലാസിഫൈഡ് ആസ് ബാക്ടീരിയ ബിക്കോസ് ദേ റിസംബിൾ ബാക്ടീരിയ അണ്ടർ എ മൈക്രോസ്കോപ്പ്. അവയെ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? അവയെ കാണുമ്പോൾ, മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ അവയെ ഒരു ബാക്ടീരിയയെ പോലെ കാണപ്പെടുന്നു. എന്നാലും ആർക്കി ബാക്ടീരിയ ഹാവ് എ യൂണീക്ക് സെൽ വാൾ സ്ട്രക്ചർ ദാറ്റ് ഹെൽപ്പ് ദം ടു സർവൈവ് എക്സ്ട്രീം എൻവയോൺമെൻറ്റ്. അവയുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണ്? അവയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള സെൽ വാൾ ഉണ്ട്, അല്ലെങ്കിൽ കോശഭിത്തിയുണ്ട്. എന്താണ് അത്? വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യം. ഏതൊക്കെയാണ് അതിന് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, ഹോട്ട് സ്പ്രിംഗ്, അതായത് ചൂടുവെള്ളം ഒഴുകുന്ന അരുവിയിലും, സോൾട്ട് ഏരിയ, അതായത് ഉപ്പ് കൂടിയ ഏരിയയിലും ഒക്കെ, മാർഷി ഏരിയ, ചതുപ്പ് നിലങ്ങളിലെല്ലാം ഈ ആർക്കി ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇവിടെ കണ്ടിരുന്നു, ഒരു ചോദ്യം കണ്ടു, ഡു ആർക്കി ബാക്ടീരിയ ബിലോങ്സ് ടു ദ
കിങ്ഡം മൊനീറ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. മൊനീറ എന്ന് പറയുന്ന കിങ്ഡത്തിൽ ആർക്കി ബാക്ടീരിയയെ ഉൾപ്പെടുത്താമോ? ആർക്കി ബാക്ടീരിയ ബിലോങ്സ് ടു ദ കിങ്ഡം മൊറീനിയ മൊനീറ ആൻഡ് ആർ ക്ലാസിഫൈഡ് ആസ് ബാക്ടീരിയ ബിക്കോസ് ദേ റിസംബിൾ ബാക്ടീരിയ വെൻ ഒബ്സർവ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. അവയെ നമുക്ക് കിങ്ഡം മൊനീറയിൽ ഉൾപ്പെടുത്താം എന്ന് വെച്ച് അവ ബാക്ടീരിയ അല്ല, പക്ഷേ കിങ്ഡം മൊനീറയിലെ അംഗങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പിലെ അംഗങ്ങളാണ്. അപ്പോൾ നമ്മളൊരു പുതിയ വേർഡ് ഇവിടെ പഠിച്ചിട്ടുണ്ട്. എന്താണ് കിങ്ഡം മൊനീറ എന്ന് പറയുന്നത്? എന്താണ് ഈ കിങ്ഡം മൊനീറ എന്ന് വെച്ചാൽ? കിങ്ഡം മൊനീറ ഈസ് ഹിസ്റ്റോറിക്കലി എ ബയോളജിക്കൽ കിങ്ഡം. ചരിത്രപരമായിട്ട് അത് ഒരു ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു കിങ്ഡമാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ്. ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രൊക്രിയോട്ടസ്. അവ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? പ്രൊക്രിയോട്ടസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആസ് സച്ച് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ സെൽ ഓർഗാനിസംസ് ദാറ്റ് ലാക്ക് ന്യൂക്ലിയസ്. അവ എന്താണ്? ഏക കോശ ജീവികളാണ്. പക്ഷേ അവയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയുടെ സെല്ലുകൾക്ക് എന്തില്ല? അവയുടെ സെല്ലുകൾക്ക് ഈ ന്യൂക്ലിയസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കിങ്ഡം മൊനീറയിലെ ജീവജാലങ്ങളുടെ പ്രത്യേകത അവ മേഡപ്പ് പ്രൊക്രിയോട്ടസ്. അവ പ്രൊക്രിയോട്ടസിനാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവ സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. അവ ലാക്ക് ന്യൂക്ലിയസ്. അവയ്ക്ക് ന്യൂക്ലിയസ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് കാണുവാനായിട്ട് ചോദിക്കുന്ന ഏതെല്ലാം ആണ് ഇവയുടെ ഈ ക്ലാസിഫിക്കേഷൻ്റെ പരിണിത ഫലമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഡൊമൈൻ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നുള്ളതാണ് അടുത്ത പാർട്ട്. അതിലേക്ക് നമുക്ക് പയ്യെ പോകാവുന്നതാണ്. ഐ ഹോപ്പ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.